കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവും. കേരളത്തിൽ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും. എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുന്ന ആളുണ്ടാവും. സംവിധാനം ഉണ്ടാവും. ഏറ്റവും മികച്ച ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. ഞാൻ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, വെറുതെ ഉപരിതല സ്പർശിയായ പ്രഖ്യാപനങ്ങളല്ല, അത് പഠിച്ച് തയ്യാറാക്കിയ ഡീറ്റെയിൽസാണ്. ഇടുക്കി ജില്ലയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് CPM പറഞ്ഞത് ചർച്ചയായി. ഞങ്ങളുടെ മാനിഫെസ്റ്റോയും CPMന്റെ മാനിഫെസ്റ്റോയും വെച്ചുകൊണ്ടാണ് നിരവധി സംഘടനകൾ പത്രസമ്മേളനം നടത്തിയത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അത് അതിൻ്റെ നടപടിക്രമം ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതനുസരിച്ച് അവർ തീരുമാനം എടുക്കും. അവരുടെ മന്ത്രിമാരെ, കോൺഗ്രസിന്റെ മന്ത്രിമാരെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വസിച്ചതെന്ന് പറയാം. ഞങ്ങൾ 1 ഡസൻ തെളിവുകൾ ആരാണ് നുണ പറഞ്ഞതെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. 1 ഡസൻ തെളിവുകൾ. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയല്ലോ. ബന്ധം ഉണ്ടെന്ന് പറഞ്ഞത് നേരത്തെ. RSSുമായി ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല. ആരാ നുണ പറഞ്ഞത്? ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ തന്നെ. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി, പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. ആരാ പ്രചരിപ്പിച്ചത്? അത് നുണയാണെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. 1 ഡസൻ നുണകളാണ് അവരുടെ നുണകൾ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങളൊരു നുണയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമങ്ങളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യത്തിൽ. എന്ത് തോന്നിയെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞത്. കാരണം എൻ്റെ PR മുഴുവൻ നടത്തിയത് AKG സെന്ററിൽ നിന്നാണ്. കാരണം ഇപ്പോൾ എന്നോട് ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ സതീശിനെ കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കുന്നില്ല, CPM കൊടുക്കുന്നതാണ്. എല്ലാത്തിലും എൻ്റെ വികൃതമായ പടങ്ങൾ. ഞാൻ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അത്ര പിള്ളേർ കണ്ട പേടിച്ചു പോകുന്ന ആളൊന്നും അല്ലല്ലോ. എൻ്റെ കണ്ണൊക്കെ തള്ളിച്ച് എന്നെ വികൃത രൂപത്തിലാക്കി AI പ്രകാരം എത്രമാത്രം ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ അവരറിഞ്ഞില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ അന്നേ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടുള്ള PR ആണ്. ഞാൻ അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ എനിക്ക് മറുപടി പറഞ്ഞിരുന്നത് 5 മന്ത്രിമാരാണ്. അപ്പോൾ അവർ കലക്കിയെന്ന് വിചാരിച്ചാൽ അവരിയ്ക്കുന്നത്. ഞാൻ അതിനേക്കാൾ സന്തോഷത്തിലാണ്. കാരണം ജനങ്ങൾ കാണുമല്ലോ ഇത്. ഒരാളെ ടാർഗറ്റ് ചെയ്ത് കംപ്ലീറ്റ് അവസാനത്തെ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമായിട്ടല്ലേ കംപ്ലീറ്റ് എന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തെന്നാണ് ചോദിച്ചത്. ഞാനത് ആസ്വദിക്കുമായിരുന്നു. ഒരുപാട് വകുപ്പുകളിൽ ഉണ്ടാവും. ഒരുപാട് വകുപ്പുകളിൽ ഭരണ സംവിധാനത്തിൽ അഴിച്ചുപണികളുണ്ടാവും. അതാണ് UDF കൊടുത്തിരിക്കുന്ന വാക്കാണ്. കേരളത്തിനെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് സെക്രട്ടേറിയറ്റ് ആക്കുമെന്ന് ഞങ്ങളുടെ ഒരു വാക്കാണ്. ഗുഡ് ഗവേണൻസ് ആണ് ഞങ്ങളുടെ വാക്ക്, ജനങ്ങളോട് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് UDF പാലിക്കും. അല്ല, അതൊക്കെ UDFന്റെ ചർച്ചകളിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നു പോകുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും മറക്കില്ല. അത് പോണം. അപ്പോൾ വളരെ സന്തോഷം നിങ്ങളോട് എല്ലാവരോടും, കേരളത്തിലെ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഒക്കെ ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ നന്നായി വിമർശിച്ചിട്ടുണ്ട്, നന്നായി
ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, രണ്ടും ചെയ്തിട്ടുണ്ട്. നന്നായി ദ്രോഹിച്ചവരുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വിമർശനത്തിന് അതീതരല്ല. ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ വ്യക്തിപരമായി വിമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിമർശനത്തിന് അതീതനല്ല, മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവുമല്ല. ഇനിയും നിങ്ങൾ വിമർശിക്കണം, ഒന്ന് അന്വേഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.